ഹലോ, നമസ്കാരം. ഞാൻ PC ശിവകുമാർ. എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം. ദേവസംഗീതം നിലച്ചിരിക്കുന്നു. ദേവസംഗീതജ്ഞൻ വിടവാങ്ങി. സംഗീതപ്രേമികൾക്ക് സംഗീതത്തിന്റെ ഒരു ഭക്തി സാമ്രാജ്യം തീർത്തുകൊണ്ട് KG ജയൻ എന്ന ജയവിജയന്മാരിലെ ജയൻ വിടവാങ്ങിയിരിക്കുന്നു. തന്റെ സാർത്ഥകമായ ജീവിതം അദ്ദേഹം ഉപേക്ഷിക്കുന്നത് സംഗീത ലോകത്തിന് ഭക്തിയുടെ ഒരു സാമ്രാജ്യം തീർത്തുകൊണ്ടാണ്. ജയവിജയന്മാർ ഇരട്ടകളായിരുന്നു. രണ്ട് ശരീരവും ഒരു സ്വരവും ഒരു സംഗീതവുമുള്ള സഹോദരന്മാർ. ഭക്തിയുടെ ഈണങ്ങൾ തീർത്ത സംഗീതമായിരുന്നു അവരുടെ ലോകം. ആയിരക്കണക്കിന് ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾക്ക് അവർ ഈണം നൽകി. ദർശന പുണ്യം തേടിയുള്ള ഭക്തന്മാരുടെ യാത്രയിൽ അവന്റെ ഭക്തിയോടൊപ്പം ഈ ഈണങ്ങളും ഇഴുകിച്ചേർന്നിരുന്നു. ക്ഷേത്രനടയിൽ നട തുറക്കുമ്പോൾ ദർശനവേളയിലെല്ലാം ജയവിജയന്മാർ ഈണങ്ങൾ തീർത്ത ഗാനങ്ങൾ അവിടെ ഭക്തിയുടെ കൂട്ടായി അന്തരീക്ഷത്തിൽ അലിഞ്ഞുചേർന്നു. നൂറുകണക്കിന് ഗാനങ്ങളാണ് അവരുടെ ഈണത്തിൽ പുറത്തിറങ്ങിയത്. സംഗീത ലോകത്ത് ഭക്തിഗാനമെന്ന ഗാനധാരയ്ക്ക് ശക്തി പകർന്നവർ. ഭക്തിഗാനം മാത്രമായിരുന്നില്ല അവരുടെ സംഭാവനകൾ. ചുരുക്കമെങ്കിലും സിനിമയിലും അവരുടെ സംഗീതത്തിൽ ഗാനങ്ങൾ പിറന്നു. ഒരിക്കലും മറക്കാനാവാത്തവ ശ്രവണസുന്ദരമായ ഗാനങ്ങൾ. എന്നാൽ ഇവരുടെ ഒരുമിച്ചുള്ള യാത്ര അധികകാലം നീണ്ടുന്നില്ല. ജയവിജയന്മാരിൽ നിന്നും വിജയൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോകത്ത് നിന്നും വിടവാങ്ങി. ജയനെയും സംഗീതത്തെയും ഒറ്റയാക്കി. പിന്നീടുള്ള ജയൻ എന്ന KG ജയന്റെ സംഗീതയാത്ര ഒറ്റയ്ക്കായിരുന്നു. ഒരുപാട് ഗാനങ്ങൾ, മയിൽപ്പീലി പോലെയുള്ള ആൽബങ്ങൾ, ഭക്തിയുടെ ഒരു മഹാസാമ്രാജ്യം തീർത്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ സാർത്ഥകമായ ജീവിതത്തിന് 89-ാം വയസ്സിൽ ഇപ്പോൾ പൂർണ്ണവിരാമമിടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മനോജ് K ജയൻ അദ്ദേഹത്തിന്റെ മകനാണ്. ഒരുപാട് ഗാനങ്ങൾ ജയവിജയന്മാർ സിനിമയിൽ ഈണം നൽകിയിട്ടില്ലെങ്കിലും അവർ ചെയ്ത ചില ഗാനങ്ങൾ വലിയ ഹിറ്റുകളായി മാറി. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപം ഒരുങ്ങി എന്ന ഗാനം സിനിമയ്ക്ക് വേണ്ടി എഴുതിയതോ അതിനുവേണ്ടി ഈണം നൽകിയതല്ല. ഈ ഗാനം 1970-കളിൽ സിനിമാ മോഹങ്ങളുമായ ജയവിജയന്മാർ മദ്രാസിൽ താമസിക്കുന്ന കാലം. അക്കാലത്ത് തന്നെ സിനിമാ സ്വപ്നങ്ങളുമായി ബിച്ചു തിരുമലയും മദ്രാസിലുണ്ട്. ഒരു ദിവസം ബിച്ചു തിരുമല ജയവിജയന്മാർ താമസിക്കുന്ന സ്ഥലത്തെത്തി. അതിനുശേഷം തൻ്റെ ഡയറി ജയവിജയന്മാരുടെ മുറിയിൽ വെച്ച് അദ്ദേഹം അടുത്തുള്ള അമ്പലത്തിൽ ദർശനത്തിനായി പോയി. ഒരു കൗതുകത്താൽ ആ ഡയറി മറച്ചു നോക്കിയ ജയവിജയന്മാർക്ക് ബിച്ചു തിരുമല എഴുതിയ ഒരു കവിത അവരെ വളരെ ആകർഷിച്ചു. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപം ഒരുങ്ങി എന്ന തുടങ്ങുന്ന ഒരു കവിതയായിരുന്നു അത്. ജയവിജയന്മാരുടെ ഗുരുവായ ചെമ്പൈയുടെ കച്ചേരിയുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു കവിതയായിരുന്നു അത്. മാത്രമല്ല, അതിൽ പ്രശസ്ത വയലിൻ മാന്ത്രികനായ ചൗഡയ്യയെ പറ്റിയും മൃദംഗ വിദ്വാനായ പാലക്കാട് മണിയയ്യരെ പറ്റിയൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. അത് ഒരു കൗതുകത്തിന്റെ പുറത്ത് ജയവിജയന്മാർ ഈ കവിതയ്ക്ക് ഈ ഈണം നൽകി അവരതിനെ ഇഷ്ടപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞ് ബിച്ചു തിരുമല വന്നപ്പോൾ അവർ ചിട്ടപ്പെടുത്തിയ ഈ കവിത അവർ അദ്ദേഹത്തെ പാടിക്കേൾപ്പിച്ചു. നമ്മൾ ഇന്ന് കേൾക്കുന്ന നവരാത്രി മണ്ഡപം ഒരുങ്ങി എന്ന അതേ ഗണത്തിലായിരുന്നു പാട്ട്. ആ ഗാനം കേട്ട് കഴിഞ്ഞപ്പോൾ ബിച്ചു തിരുമല ആകെ വിതുമ്പുകയായിരുന്നു. തന്റെ മനസ്സിലുള്ള അതേ ഈണം തന്നെയാണ് അവർ ഇത് പാടിയതെന്ന് ബിച്ചു തിരുമല പറഞ്ഞു. അതിനുശേഷം കാലം കുറെ കഴിഞ്ഞു രണ്ടുപേരും സിനിമയിലൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് നിറകുടം എന്ന സിനിമയ്ക്ക് സംഗീതം നൽകാനും വേണ്ടി ജയവിജയന്മാരെ അതിൽ സംവിധായകനായ ഭീംസിംഗ് ക്ഷണിച്ചു. നിറകുടം എന്നത് ഒരു റീമേക്ക് ചിത്രമാണ്. ഭീംസിംഗിന്റെ തന്നെ തമിഴ് ചിത്രമായ ഭാഗപ്പിരിവ് എന്ന ശിവാജി ഗണേശൻ അഭിനയിച്ച ചിത്രത്തിന്റെ റീമേക്കാണ് നിറകുടം എന്നത്. മലയാളത്തിൽ അത് കമൽഹാസനൊക്കെയാണ് അഭിനയിക്കുന്നത്. ഭാഗപ്പിരിവ് എന്ന സിനിമയിൽ പൊങ്കലുമായി ബന്ധപ്പെട്ട ഒരു ഗാനമുണ്ട്. അത് സൗന്ദരരാജനും P ലീലയും ചേർന്ന് പാടിയാണ്. അപ്പം മലയാളത്തിലേക്കുള്ള റീമേക്കിലും അങ്ങനെ ഒരു ഗാനം വേണമെന്ന് ഭീംസിംഗ് ആവശ്യപ്പെട്ടു. എന്നാൽ പൊങ്കൽ എന്നത് മലയാളിയായിട്ട് വലിയ പരിചയമില്ലാത്ത ഒന്നായതിനാൽ മറ്റൊരു ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാകട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് മുമ്പ് ബിച്ചു തിരുമല എഴുതിയ നവരാത്രി മണ്ഡപം ഒരുങ്ങി എന്ന ഗാനം കടന്നു വന്നു.
പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഉടനെ തന്നെ അവർ ആ ഗാനം ഭീം സിംഗിന് മുന്നിൽ പാടി കേൾപ്പിച്ചു. ഭീം സിംഗിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു ഗാനം പാടാൻ യേശുദാസ് തന്നെ വേണമെന്ന് തീരുമാനിച്ചു. ഒരു കച്ചേരി ആയതിനാൽ സിനിമയിൽ യേശുദാസ് തന്നെ പാടി അഭിനയിക്കട്ടെ എന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ നിറകുടം എന്ന സിനിമയിൽ ഈ നവരാത്രി മണ്ഡപം ഒരുങ്ങി എന്ന ഗാനം പാടി അഭിനയിച്ചിരിക്കുന്നത് യേശുദാസ് തന്നെയാണ്. ഇന്നും സംഗീത പ്രേമികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഗാനമേളകളിൽ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനമാണ് നക്ഷത്രദീപങ്ങൾ തിളങ്ങിയെന്ന ഈ അനശ്വര ഗാനം. ജയവിജയന്മാരുടെ കാലഘട്ടം അവസാനിക്കുന്നത് സംഗീത പ്രേമികൾക്ക് ഒരുപാട് നല്ല സംഗീത ഓർമ്മകളുമായിട്ടാണ്. ഭക്തിസാന്ദ്രമായ ഒരുപാട് നല്ല ഈണങ്ങൾ നൽകിക്കൊണ്ടാണ് ജയവിജയന്മാർ കടന്നു പോകുന്നത്. ഒരിക്കലും നിലക്കാത്ത സംഗീതത്തോടൊപ്പം നക്ഷത്ര ദീപങ്ങൾ തീർത്തുകൊണ്ട് ആ മഹാനായ സംഗീതജ്ഞൻ ഉണ്ടായിരിക്കും, ദേവസംഗീതജ്ഞനായ KG ജയൻ. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ സിനിമാ കമ്പം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.